എന്താ ഇബാദത്ത്? അദ്ദുആഉ ഹുവൽ ഇബാദ. ദുആ ചെയ്യലാണ് ഇബാദത്ത്. ദുആ എന്നതിന് മലയാളത്തിൽ നമ്മൾ പറയുക പ്രാർത്ഥന എന്നാണ്. അപ്പോൾ ഏതെല്ലാം കർമ്മങ്ങളിൽ പ്രാർത്ഥനയുണ്ടോ ആ കർമ്മങ്ങളെല്ലാം ഇബാദത്താവും. അപ്പം പറയാം ദുആ എന്ന വാക്കിൻ്റെ അർത്ഥം വിളിക്കുക എന്നല്ലേ. അപ്പോൾ എല്ലാ വിളിയും ഇബാദത്താണോ? വളരെ ലളിതമാണ് ഇതിൻ്റെ മറുപടി. നമുക്കിതിനൊക്കെ മാതൃക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളോട് ആവശ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യന്മാരോട് പല കാര്യത്തിനും സഹായം തേടിയിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ വിളിച്ചിട്ടുണ്ട്. ആ വിളിയൊന്നുമല്ല ഇബാദത്തിൻ്റെ വിളി. ഇബാദത്തിൻ്റെ വിളി, ദുആ എന്ന് പറയുന്ന സാങ്കേതിക അർത്ഥത്തിലുള്ള വിളി, അദൃശ്യമായ നിലക്കുള്ള, മനുഷ്യ കഴിവിൻ്റെ അപ്പുറത്തുള്ള, അഭൗതികമായ നിലക്കുള്ള വിളി, അതാണ് ദുആ. ആ ദുആയാണ് ഇബാദത്തായി തീരുന്നത്. ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ആവശ്യമായ ചികിത്സ നൽകണമെന്ന് പറയുന്നത് അനുവദിക്കപ്പെട്ടൊരു കാര്യമാണ്. എന്നാൽ ഒരു ദിവ്യനെ സമീപിച്ചുകൊണ്ട് എൻ്റെ അസുഖം മാറ്റിത്തരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മരിച്ചുപോയ ഒരു മഹാത്മാവിനെ വിളിച്ചു പറയുന്നത്, അല്ലെങ്കിൽ ജിന്നിനോടോ പിശാചിനോടോ പ്രാർത്ഥിക്കുന്നത്, അത് ഇബാദത്തായ ദുആയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിലെ വിശ്വാസ കാര്യം തൗഹീദാണ് പ്രധാനം എന്ന് പറഞ്ഞല്ലോ. തൗഹീദ് വളരെ ലളിതവും വളരെ എളുപ്പമുള്ളതുമായ ഒരു കാര്യമാണ്. പല വിശ്വാസ കാര്യങ്ങളും ദുർഗ്രാഹ്യമാണ് പലർക്കും. അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനും പ്രയാസമാണ്. ഖുർആൻ പഠിപ്പിച്ച തൗഹീദ് വിശ്വാസം വളരെ ലളിതമാണ്. ഇപ്പോൾ ഖുർആനിൽ നിങ്ങൾ നോക്കൂ, നമ്മൾ കൂടുതലായി പാരായണം ചെയ്യുന്ന ചില സൂറത്തുകളുണ്ട്. ഒന്ന് ആയത്തുൽ കുർസി, സൂറത്തുൽ ബഖറയിൽ ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി നിങ്ങൾ നോക്കൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അദീം. അല്ലാഹു ആരാണ് എന്ന്, അല്ലാഹുവിൻ്റെ കഴിവുകൾ എന്താണ് എന്ന് എല്ലാം അതിൽ പറയുന്നുണ്ട്. അല്ലാഹു ഹയ്യാണ്, ജീവിച്ചിരിക്കുന്നവൻ, ഖയ്യൂമാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. അവന് ഉറക്കമോ മയക്കമോ ഇല്ല. അവൻ എല്ലാത്തിൻ്റെയും അറിവുള്ള ആള്. അള്ളാഹുവിൻ്റെ അടുത്ത് ഈ ശുപാർശകന്മാരുടെ ശുപാർശ വിലപ്പോവുകയില്ല എന്നൊക്കെ തീർത്ത് പറയുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ ഗുണങ്ങളാണ് പറഞ്ഞു തരുന്നത്. സുലുസുൽ ഖുർആൻ എന്ന് പറയും. സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഒരു ദുർഗ്രാഹ്യതയും ഇല്ലല്ലോ. എന്താ പറഞ്ഞത്? പറയുക, അല്ലാഹു അവൻ ഏകനാണ്. ഏകനാണ്, യാതൊരു സംശയവുമില്ല. ഏകനാണ്, സൃഷ്ടാവും നിയന്താവും രക്ഷിതാവും അന്നദാതാവുമായ പടച്ചവൻ ഏകനാണ്. അല്ലാഹു അഹദ്. അല്ലാഹു സമദ്, അല്ലാഹു ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവൻ, എല്ലാവർക്കും ആശ്രയം നൽകുന്നവൻ അല്ലാഹുവാണ്. ലം യലിദ് വലം യൂലദ്, അല്ലാഹു ജനിപ്പിച്ചവനല്ല ജനിച്ചവനുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിനെ പോലെ തുല്യരായി ആരുമില്ല. എത്ര ക്ലിയറാണിത്! ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. സൂറത്തുൽ ഫാത്തിഹ എല്ലാവർക്കും അറിയാം. നിങ്ങൾ നോക്കൂ, തുടങ്ങുന്നത് തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇതിൽ എണ്ണി പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഗുണങ്ങളാണ്. റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ആ സ്തുതി അർപ്പിക്കുക എന്നത് ഇബാദത്താണ്. അതിന് നാം ഓർക്കുന്നതും പറയുന്നതും അള്ളാഹുവിൻ്റെ ഗുണങ്ങളാണ്, സിഫത്തുകളാണ്. റബ്ബുൽ ആലമീനാണ്, ലോകരക്ഷിതാവാണ്. റബ്ബെന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ച് പടിപടിയായി പരിപാലിക്കുന്നവൻ എന്നാണ് റബ്ബുൽ ആലമീൻ. ആ റബ്ബുൽ ആലമീൻ എന്നത് പോലും ഒരു വിശാല അർത്ഥത്തിലാണ്. ഒരു സമൂഹത്തിൻ്റെയോ മനുഷ്യരുടെയോ ജീവജാലങ്ങളുടെ മാത്രമല്ല, ആലമീൻ എല്ലാ ലോകങ്ങളുടെയും റബ്ബായവനാണ്. ആ റബ്ബ് അർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമാണ്. റബ്ബിൻ്റെ ഗുണങ്ങളാണ് പറഞ്ഞത്. മാലികി യൗമിദ്ദീൻ, അന്ത്യദിനത്തിൻ്റെ പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനാണ്. ഇപ്പോൾ ഇവിടെ എന്ത് മനസ്സിലായി? അള്ളാഹുവിൻ്റെ റുബൂബിയത്ത്, അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത്,
പിന്നെ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. വീണ്ടും പറയുന്നത് അള്ളാഹുവേ നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യും, നിന്നോട് മാത്രം സഹായം ചോദിക്കും. ഇതിൽ നിന്ന് അള്ളാഹുവിനുള്ള തൗഹീദ് എന്ന് പറയുന്നത് അതിൻ്റെ വിശാലമായ വിശദീകരണത്തിൽ തൗഹീദുൽ റുബൂബിയ, തൗഹീദുൽ ഉലൂഹിയ, തൗഹീദുൽ അസ്മാ വസ്സിഫാത്ത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൂറത്തു മറിയമിൽ ഇത് മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരായത്ത്. അഖീദയെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഈ ആയത്ത് പല പണ്ഡിതന്മാരും തൗഹീദിൻ്റെ പൂർണ്ണമായ ഒരു തെളിവായി പറഞ്ഞിട്ടുണ്ട്. റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അതിനിടയിലുള്ള എല്ലാത്തിൻ്റെയും റബ്ബായവൻ അള്ളാഹു. അത് റുബൂബിയത്താണ്. പിന്നെ ഫഅ്ബുദുഹു, നിങ്ങൾ അവനെ ആരാധിക്കുക, വസ്തബിർ ഇബാദത്തിഹി, അവനെ ആരാധിക്കുന്നതിൽ നല്ല ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുക, അള്ളാഹ് ഇബാദത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ റുബൂബിയത്ത് പറഞ്ഞു, ഉലൂഹിയത്തും പറഞ്ഞു. പിന്നെ പറയുന്നത് ഫഹൽ തഅലമു ലഹു സമീയ, അള്ളാഹുവിന് തുല്യരായി അള്ളാഹുവിൻ്റെ നാമങ്ങളോ അള്ളാഹുവിൻ്റെ പേരോ ഉള്ളതായി വേറെ ആരെങ്കിലും നിനക്കറിയാമോ? ഇല്ല എന്നാണ്. അപ്പോൾ അസ്മാ സിഫാത്തും അതിൽ വന്നു. ഇങ്ങനെ സമ്പൂർണമായ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു അഖീദയാണ് നമുക്കുള്ളത്. മുജാഹിദ് പ്രസ്ഥാനം ആളുകൾക്ക് നൽകുന്ന സന്ദേശം എന്താ? ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്കല്ല നമ്മൾ ദഅവത്ത് ചെയ്യുന്നത്. ഖുർആൻ പറയുന്നുണ്ട്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅാ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. സൂറത്ത് ഫുസ്സലത്തിലെ ആയത്താണത്. 33-ാമത്തെ ആയത്താണത്. എന്താ പറയുന്നത്? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅാ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് വിളിക്കുക, വഅമല സാലിഹൻ, നല്ല കാര്യങ്ങൾ ചെയ്യുക, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് എന്ന് പറയുക. ഈ കാര്യം ചെയ്യുന്നവനേക്കാളേറെ വാക്കാൽ ആരാണ് നല്ലവനാ? നല്ല വാക്ക് പറഞ്ഞവൻ ഈ കാര്യമുള്ളവനാ. എന്താണത്? ഒന്ന് ദഅാ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ദഅവത്ത് ചെയ്യുക. അള്ളാഹുവിലേക്കാണ് ദഅവത്ത്. ഏതെങ്കിലും സംഘടനയിലേക്കോ സ്ഥാപനത്തിലേക്കോ പ്രസ്ഥാനത്തിലേക്കോ അല്ല. അള്ളാഹുവിലേക്ക് ദഅവത്ത് ചെയ്യുവാനുള്ള ഭൗതികമായ ഒരു ക്രമീകരണമാണ് സംഘടന എന്ന് പറയുന്നത്. അള്ളാഹുവിലേക്ക് ദഅവത്ത് ചെയ്യുവാൻ ആ പ്രവർത്തനം എളുപ്പമാക്കാനുള്ള ഒരു പ്രവർത്തനമാണ് സംഘപ്രവർത്തനം. ആ സംഘടനയ്ക്ക് വ്യത്യസ്ത പേരുകൾ ഉണ്ടാകും, വ്യത്യസ്ത നിയമാവലികൾ ഉണ്ടാകും, പല നാട്ടിലും പല പേരിൽ അറിയപ്പെടും. നിങ്ങൾ നോക്കൂ, നമ്മൾ ദഅവത്ത് ചെയ്യുന്നത് അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവിലേക്ക് എന്ന് പറഞ്ഞാൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ്. കേരളത്തിൽ നമ്മൾ മുജാഹിദ് പ്രസ്ഥാനം, ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറയും. എന്നാൽ ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റു പേരിലാണ് അറിയപ്പെടുന്നത്. ജമിയത്ത് അഹ്ലുൽ ഖുർആൻ വൽ ഹദീസ്, ജമിയത്ത് അഹ്ലുൽ ഹദീസ്, വേറെയും പേരുകളിലൊക്കെ ഉണ്ട്. മലേഷ്യ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ അൽ ജംഇയ്യ അൽ മുഹമ്മദിയ്യ എന്നറിയപ്പെടും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ദീനനുസരിച്ച് ജീവിക്കുന്ന ഒന്ന് വലിയ പ്രസ്ഥാനമാണിത്, ജമിയത്തുൽ മുഹമ്മദിയ്യ. ഈജിപ്ത്, സുഡാൻ, ടുണീഷ്യ, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ ജമിയത്ത് അൻസാറു സുന്ന എന്നറിയപ്പെടും. അൻസാറു സുന്ന, സുന്നത്തിൻ്റെ സഹായികൾ. ഈജിപ്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ നമ്മൾ പള്ളികളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവർ പറയും ഇത് സുന്നി പള്ളിയാണ്, മസ്ജിദ് സുന്നയാണ്, മസ്ജിദ് സുന്നിയാണ് എന്ന് പറഞ്ഞാൽ തൗഹീദിൻ്റെ ആളുകളെ പറ്റിയാണ് പറയുന്നത്. അറബ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് സൗദി അറേബ്യ, ഖത്തർ, കുവൈത്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ അവിടുത്തെ തൗഹീദുള്ള ആളുകൾ അവരെക്കുറിച്ച് പറയാം അഹ്ലുസുന്ന. ഇപ്പോൾ ഷെയ്ഖ് ബിർബാസിൻ്റെയും ഷെയ്ഖ് ഉസൈമീൻ്റെയും അതിനു മുമ്പ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെയൊക്കെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നഹ്നു അഹ്ലുസുന്ന വൽ ജമാഅ എന്നാണ് പറയാം. നമ്മൾ അഹ്ലുസുന്ന വൽ ജമാഅ, നമ്മൾ അഹ്ലുസുന്നയാണ് എന്ന് നമ്മുടെ ആളുകൾക്ക് തന്നെ പലപ്പോഴും അറിയാതെ പോകുന്നു, അല്ലേ? നമ്മൾ സുന്നികളാണ്, യഥാർത്ഥ സുന്നികൾ ആണ് എന്ന് നമ്മൾ ആദ്യം അറിഞ്ഞ് നമ്മളത് പറയണം. ഇപ്പോൾ കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക ആഘോഷങ്ങൾ നടക്കുകയാണ്. കഴിഞ്ഞ നവംബറിൽ ആലുവയിൽ വെച്ച് അതിൻ്റെ ഉദ്ഘാടനം നടന്നു. 1924 കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സഭയായ കേരള ജമിയത്തുൽ ഉലമ സ്ഥാപിച്ചത്. ആ ജമിയത്തുൽ ഉലമയുടെ പേര് അന്നും ഇന്നും കേരള ജമിയത്തുൽ ഉലമ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നാണ്. ഇതാണെങ്കിലും ജമിയത്തുൽ ഉലമയുടെ ലെറ്റർ ഹെഡ് അങ്ങനെയാണ്, ഭരണഘടന അങ്ങനെയാണ്, അതിൻ്റെ സീൽ അതുകൊണ്ടൊക്കെ ഉണ്ട്.
എന്നിട്ട് നമ്മളെ പല ആളുകൾക്കും നമ്മൾ സുന്നികളാണ്, നമ്മൾ അഹ്ലു സുന്നയാണ് എന്ന് അറിയാതെ പോകുന്നു. അങ്ങനെ വരുന്നതിനൊരു കാരണമുണ്ട്. ചില ആളുകൾ നിങ്ങൾ വഹാബികളാണ് എന്ന് പറയും. നമ്മൾ വഹാബികളല്ല. എന്തിനാ നമ്മളെ വഹാബികൾ എന്ന് പറയുന്നത്? വഹാബിസം എന്ന പേരിൽ അറിയപ്പെട്ട ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു ഉത്തരാഫ്രിക്കയിൽ ചില രാജ്യങ്ങളിൽ. ഹിജറ 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 3-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലുമായി അബ്ദുൽ വഹാബ് ബിൻ റുസ്തം എന്നു പേരുള്ള ഖവാരിജിയാക്കളിൽപ്പെട്ട ഒരാളാണ് സ്ഥാപിച്ചത്. അത് അഹ്ലുസുന്നക്കെതിരാണെന്നും യഥാർത്ഥ ഇസ്ലാമെന്ന് പഴിച്ചവരാണെന്നും അദ്ദേഹം ആളുകളും, അവർക്ക് ഭരണം വരെ ഉണ്ടായിരുന്നു ചെറിയൊരു ഏരിയയിൽ. അന്നത്തെ യഥാർത്ഥ ഇസ്ലാമിൻ്റെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അന്ന് ഫത്വ നൽകിയിട്ടുണ്ട് ഈ വഹാബിസത്തെക്കുറിച്ച്. അന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജനിച്ചിട്ടില്ല. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പിന്നെയും ഏതാണ്ട് 9 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം ജനിക്കുന്നത്. എന്നിട്ട് നമ്മൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ പ്രസ്ഥാനക്കാരാണ്, വഹാബിസം ഇങ്ങനെയാണ്, നിങ്ങൾ വഹാബികളാണ് എന്ന് നമ്മെക്കുറിച്ച് കുറ്റം പറയുകയാണ്. നമ്മൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ പ്രസ്ഥാനക്കാരല്ല. അതിൻ്റെ മുമ്പ് ഇവിടെ ഉലമാക്കളുണ്ട്, അതിൻ്റെയും മുമ്പ് ആളുകളുണ്ട്, വലിയ നവോത്ഥാന നായകന്മാരുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുക ദീനിനെ ലോകം മുഴുവൻ എത്തിച്ച സഹാബത്തുണ്ട്. അവരിൽ നിന്ന് ദീൻ പഠിച്ച താബീകളും താബീങ്ങളുമുണ്ട്. അതുപോലെ മദ്ഹബിൻ്റെ ഇമാമിങ്ങളുണ്ട്, വലിയ വലിയ മുജദ്ദിദീങ്ങളുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്കോ ഒരു പ്രസ്ഥാനത്തിലേക്കോ ചേർന്ന് പറയുന്ന ആളുകളല്ല. നമ്മൾ യഥാർത്ഥ ഇസ്ലാമാണ്, നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാമാണ്, നമ്മൾ അഹ്ലുസുന്ന വൽ ജമാഅയാണ്, നമ്മൾ യഥാർത്ഥ സുന്നികളാണ്. ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് തന്നെ സംഭവിച്ച ഒരു പിളർപ്പ് ഷിയായിസം ഉണ്ടായതാണ്. ഷിയായിസമാണ് ഇന്നും മുസ്ലിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന പലതും കൊണ്ടുവന്നത്. ഇവിടെ സൂചിപ്പിച്ച പോലെ ആദ്യമായി മൗലൂദ് നടപ്പിലാക്കിയത് ഞങ്ങൾ ഷിയാക്കളാകുന്നു എന്ന് ഷിയാക്കൾ പറയുന്ന ഒരുപാട് വീഡിയോ ഇന്നും ലഭ്യമാണ്. ഇപ്പോഴത്തെ ഷിയാക്കൾ, കാരണം ആദ്യമായി മൗലൂദ് സംഘടിപ്പിച്ചത് ഹിജറ 3-ാം നൂറ്റാണ്ടിൽ ഫാത്തിമിയ രാജാക്കന്മാരിൽപ്പെട്ട ഒരു രാജാവായിരുന്നു എന്ന ഫാത്തിമിയ രാജവംശം എന്ന് പറയുന്നത് ഷിയാക്കളിൽപ്പെട്ട ഒരു വിഭാഗമാണ്. ആദ്യമായി ജാറങ്ങൾ കെട്ടിപ്പടുത്ത് അങ്ങോട്ട് തീർത്ഥാടനം ഉണ്ടാക്കിയത് ഷിയാക്കളാണ്. ഇനിയിപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഷിയാക്കളുടെ ആദർശങ്ങൾ പലതും സുന്നികൾ എന്ന് പറയുന്ന ആളുകളിലേക്ക് അവരറിയാതെ കടന്നു വരുന്നു. നമുക്ക് പണ്ട് കാലത്ത്, ഇപ്പോൾ നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചതാണ്, അന്ന് നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടില്ലാത്ത ആചാരങ്ങളാണ് ഇപ്പം മൗലൂദിനോടനുബന്ധിച്ച് ഇപ്പം നടക്കുന്നത്, അല്ലേ? പള്ളികളൊക്കെ അലങ്കരിക്കുന്നു, പല പ്രകടനങ്ങൾ നടത്തുന്നു, അതിൽ മുഹമ്മദ് നബിയെ പ്രതീകാത്മകമായി കൊണ്ടുവച്ചുകൊണ്ടുള്ള പല ഘോഷയാത്രകളും ഉണ്ടാക്കുന്നു. മൗലൂദ് മാത്രമല്ല, ഇപ്പം മുഹറവും തുടങ്ങിയിട്ടുണ്ട്. മുഹറം ആഘോഷം ഷിയാക്കളുള്ള സ്ഥലങ്ങളിൽ വലിയ ആഘോഷമാണ്. 10 ദിവസം ദുഃഖാചരണമാണ്. അതിപ്പോൾ കർബലയുടെ പേരിലും അഹ്ലു ബൈത്തിൻ്റെ പേരിലും സുന്നികൾ എന്ന് പറയുന്നവരും കൊണ്ടു നടക്കാൻ തുടങ്ങി, അത് പറയാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ക്ഷണിക്കുന്നത് ഇത് ഷിയായിസമാണ്, അഹ്ലു സുന്നയല്ല. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തല്ല, ഇത് പിന്നെ ആരോ ഉണ്ടാക്കിയ ബിദഅത്താണ് എന്നതാണ് നമ്മൾ പറയുന്നത് എന്ന് ആദ്യം നമ്മൾ അറിയണം, മറ്റുള്ളവരോട് പറയുകയും വേണം. ഇത് പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഇവിടെ ഇടക്കാലത്ത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ പ്രവർത്തിച്ച ചില ആളുകൾ സംഘടന തിന്മയാണ്, അത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് സംഘടനയിൽ പുറത്തുപോയി. സംഘടന തിന്മയാണ്. അതിനവർ തെളിവെടുത്ത എന്താണെന്നറിയോ? സലഫി പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ള ചില ഗ്രന്ഥങ്ങളിൽ ഹിസ്ബിയത്ത് പാടില്ല എന്ന് പറയുന്നുണ്ട്. ഹിസ്ബിയത്ത് എന്ന് പറഞ്ഞാൽ സംഘടനയല്ല. ഹിസ്ബിയത്ത് എന്ന് പറഞ്ഞാൽ സംഘടന പക്ഷപാതിത്വം എന്നാണ്, സംഘടന സങ്കുചിതത്വം എന്നാണ്. നമുക്കത് പാടില്ലാത്തതാണ്. നേരെ മറിച്ച് നമ്മുടെ ഈ ഒരു സംവിധാനത്തെക്കുറിച്ച് അറബിയിൽ പറയാവുന്നത് അൽ അമലുൽ ജമാഇ എന്നാണ്, സംഘടിതമായ അമൽ പ്രവർത്തനം. ഈ സംഘടിതമായ അമൽ എന്തിനാ? ഇപ്പം തന്നെ നോക്കൂ, നമ്മൾ ഇത്രയും അധികം ആളുകൾ, പുരുഷന്മാരും സ്ത്രീകളും മുതിർന്നവരും കുട്ടികളും ഒക്കെ ഇവർ ഒരുമിച്ച് കൂടി, ഇതൊരാൾ വിചാരിച്ചാൽ നടക്കില്ലല്ലോ. ഒരാൾ പ്രവർത്തിക്കുന്നതിനേക്കാൾ കുറേ പ്രവർത്തിക്കാനാകും 2 ആളുണ്ടെങ്കിൽ. അതുപോലെ തന്നെ 2 ആൾ പ്രവർത്തിക്കുന്നതിനേക്കാൾ എത്രയോ ആകും 10 ആളുണ്ടെങ്കിൽ. 100 ആളോ 1000 ആളോ ഉണ്ടെങ്കിൽ ഈ പ്രവർത്തനത്തിൻ്റെ ശീഘ്രതയും അതിന് സ്പീഡും വർദ്ധിക്കും. അതാണ് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഗുണം.
അതിൻ്റെ നിയമാവലി നമ്മൾ എഴുതി ഉണ്ടാക്കുന്നതാണ്, അതിൻ്റെ പേര് നമ്മൾ നൽകിയതാണ്. അപ്പോൾ പ്രവർത്തന സൗകര്യത്തിനുള്ള ഒരു സംവിധാനമാണ് സംഘടന എന്ന് നാം മനസ്സിലാക്കിയാൽ നമുക്കാരോടും ശത്രുത ആവശ്യമില്ല, നമുക്കാരോടും പക്ഷപാതിത്വം ആവശ്യമില്ല, നമുക്ക് സംഘടനാപരമായ വിരോധവും ആവശ്യമില്ല. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ നല്ല കാര്യങ്ങളിൽ, പുണ്യകർമ്മങ്ങളിൽ, അള്ളാഹുവിന് തഖ്വയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ സഹകരിക്കുക. ദോഷകരമായ, കുറ്റകരമായ കാര്യങ്ങളിൽ നിങ്ങൾ സഹകരിക്കാതിരിക്കുക. ഞാനും എൻ്റെ ആളുകളും ചെയ്യുന്ന എല്ലാം നല്ലതായാലും ചീത്തയായാലും നല്ലതാണ് എന്ന് പറയലാണ് സംഘടനാ പക്ഷപാതിത്വം. നിങ്ങളും നിങ്ങളുടെ ആളുകളും ചെയ്യുന്ന നല്ലതും ചീത്തയും ചീത്തയാണ് എന്ന് പറയലാണ് സംഘടനാ പക്ഷപാതിത്വം. നിങ്ങൾ ചെയ്യുന്ന നന്മ നല്ലതാണ്, ഞങ്ങൾ ചെയ്യുന്ന തിന്മയാണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് സമാധാനത്തോടുകൂടി ദീനീ ദഅവത്ത് നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഈ ദീനീ ദഅവത്ത് നടത്തിയിരുന്ന ആദ്യകാല നേതാക്കന്മാരെ പറ്റി നമ്മൾ പഠിക്കണം. അവർ സമൂഹത്തിൻ്റെ കൂടെ സാമൂഹിക പുരോഗതിയിലുണ്ടായിരുന്നു, വളരെ പുരോഗമന ചിന്തയുള്ളവരായിരുന്നു, ശാസ്ത്രം പഠിച്ചിരുന്നു, ഖുർആനിനെ കൃത്യമായ നിലക്ക് മനസ്സിലാക്കിയിരുന്നു. അതാണ് വക്കം മൗലവി സാഹിബ് ചെയ്തത്, അതാണ് KM മൗലവി സാഹിബ് ചെയ്തത്, അതാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ചെയ്തത്, അതാണ് നമ്മുടെ നേതാക്കന്മാരെല്ലാം കാണിച്ചു തന്നത് അഖിലേന്ത്യാ തലത്തിലും. അല്ലേ, മൗലാന ആസാദിനെ പോലുള്ള ആളുകൾ, ഷെയ്ഖ് വലിയുല്ലാഹിയെ പോലെ, ഷാ വലിയുല്ലാഹിയെ പോലുള്ള ആളുകൾ, അവരൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും പങ്കെടുത്തിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതുക എന്നത് അതൊരു ജിഹാദായി അവർ കണ്ടിരുന്നു. അവർ പള്ളിയിലിരുന്ന് വെറും ദിക്റുവായി കഴിഞ്ഞവരല്ല. അപ്പം രാജ്യത്തിൻ്റെ ആവശ്യത്തിന് രാജ്യത്തിൻ്റെ കൂടെ, സമുദായത്തിൻ്റെ ആവശ്യത്തിന് സമുദായത്തിൻ്റെ കൂടെ, മനുഷ്യ നന്മയ്ക്ക് അവരുടെ കൂടെ എന്നതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന രീതി എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ആദ്യത്തെ സംഘടന 922 രൂപീകരിച്ച മുസ്ലിം ഐക്യസംഘമാണ്. മുസ്ലിം ഐക്യസംഘത്തിൻ്റെ ചരിത്രം നോക്കിയാൽ അറിയാം, അവരുടെ പ്രവർത്തനത്തിൽ ഒരിക്കൽ വാർഷികത്തോടനുബന്ധിച്ച് ഒരു കാർഷിക സമ്മേളനം ഉണ്ടായിരുന്നു എന്നാണ്. ഇന്ന് പോലും നമുക്ക് ആലോചിക്കാൻ കഴിയും, ഒരു മുസ്ലിം സംഘടന, മുസ്ലിം ഐക്യസംഘം അവരുടെ വാർഷികത്തിൽ കാർഷിക സമ്മേളനം നടത്തി, കൃഷിയെക്കുറിച്ച്, ഭക്ഷണത്തെക്കുറിച്ച്. ഇപ്പോൾ നമ്മൾ ജീവിതശൈലി രോഗം, അതിന് നമ്മുടെ ജൈവ പദാർത്ഥങ്ങൾ വളമായി ഉപയോഗിച്ച് കൃഷി ചെയ്യണമെന്നൊക്കെ ഇപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് 100 കൊല്ലമായിട്ട് സർക്കാരിൻ്റെ ചെലവിൽ പ്രചാരണം നടത്തുക. അന്ന് നമ്മുടെ മുൻഗാമികൾ ചെയ്ത പ്രവർത്തനമാണത്. അപ്പോൾ ഇത്രയും മനുഷ്യോപകാരപ്രദമായ, ഇത്രയും നന്മ ചെയ്യുന്ന, ആർക്കും സ്വീകരിക്കാവുന്ന ഒരാശയം എന്ന നിലക്ക് ഈ ദീനിനെ നമ്മൾ പരിചയപ്പെടുത്തണം. അങ്ങനെ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ ഉണ്ടാകുന്നത് ഇതാകെ വികൃതമാക്കി കളയും. നമ്മളില്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് എത്ര മോശമായിട്ട്, എത്ര ബുദ്ധിശൂന്യമായിട്ട് പറയുന്നു. ഇന്നലെ നമ്മുടെ ബഹുമാന്യനായ പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി അവരുകൾ മാധ്യമങ്ങളോട് പറഞ്ഞു, റസൂലുള്ളാഹിൻ്റെ മുടി കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് 1/2 സെൻറ്റിമീറ്റർ വളർന്നു എന്നാണ് അത് കൊണ്ടുവച്ച പണ്ഡിതൻ പറയുന്നത്. കഴിഞ്ഞ കൊല്ലം എത്ര സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു എന്ന് അന്ന് പറഞ്ഞിട്ടില്ല. അത് പറയണ്ട, നല്ലല്ലേ എത്ര വളർന്നു എന്ന്. അങ്ങനെ നമ്മൾ കൂട്ടിയാൽ ഒരു കൊല്ലം കൊണ്ട് 1/2 സെൻറ്റിമീറ്ററാണ്, 2 കൊല്ലം കൊണ്ട് 1 സെൻറ്റിമീറ്റർ ആവില്ലേ? അങ്ങനെ 10 കൊല്ലം കൊണ്ട്, 100 കൊല്ലം കൊണ്ട്, 1500 കൊല്ലം കൊണ്ട് എത്രയോ കിലോമീറ്റർ നീളത്തിൽ അത് എത്തണ്ടേ? ആ മുടി അന്നൊന്നും വളരൂല, ഇയാളുടെ കയ്യിലെത്തി ഇപ്പോഴേ വളരൂന്ന് ആരാ പറഞ്ഞത്? അങ്ങനെ ഒരു സംഭവം ദീനിയായിട്ട് പറയണേ ഖുർആനിൽ വേണ്ടേ? അല്ലേ റസൂലുള്ള പറയണ്ടേ? ഇനി റസൂലുള്ളാഹിയുടെ മുടി മാത്രമാണോ അങ്ങനെ വളരുക? ശരീരം തന്നെ വളരുകയാണെങ്കിൽ റസൂലുള്ളാഹിൻ്റെ ഖബർ ഉള്ള മദീനയിൽ ഏത് ഭാഗത്ത് കുഴിച്ചാലും ഇപ്പോൾ അവയവങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടാവില്ലേ? 1 കിലോമീറ്ററോ അല്ലെ 5 കിലോമീറ്ററോ ഒക്കെ ദൂരത്തെത്തൂലേ? വളരെ ബുദ്ധിശൂന്യമായ ഈ ദീനിനോട് ആളുകൾക്ക് പുച്ഛം തോന്നുന്ന വിധത്തിൽ ഇതിന് മുടിയിട്ട വെള്ളം, മദീനത്ത് നിന്ന് കൊണ്ടുവരുന്ന മണ്ണിട്ട വെള്ളം, റസൂലുള്ളാഹിൻ്റെ ഉമിനീരുണ്ടെന്ന് പറയും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ഇസ്ലാമിനെ നിങ്ങൾ നോക്കൂ, ബുദ്ധിജീവികൾ, ശാസ്ത്രബോധമുള്ളവർ, സാമൂഹിക ശാസ്ത്രം പഠിച്ചവർ, മനഃശാസ്ത്രം പഠിച്ചവർ, ചരിത്രം അറിയുന്നവരൊക്കെ നല്ല ഒരു ആശയം എന്ന നിലക്ക്
മുസ്ലിങ്ങൾ മാത്രമല്ല, മുസ്ലിങ്ങളല്ലാത്ത പണ്ഡിതന്മാരും മനുഷ്യോപകാരപ്രദമായ ഒരു തത്വം എന്ന നിലക്ക്, മനുഷ്യർക്ക് ആശ്വാസം നൽകുന്ന ഒരു സിദ്ധാന്തം എന്ന നിലക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തി വരിക. ഇപ്പോഴും നോക്കൂ, നമ്മുടെയൊക്കെ പല ചില നിയമസമാജകരായ ആളുകൾ, MP-മാർ, MLA-മാർ, മറ്റു മതത്തിലെ പണ്ഡിതന്മാർ, ബുദ്ധിജീവികളൊക്കെ ഇസ്ലാമിൻ്റെ നന്മകൾ ഇങ്ങനെ പറയുകയാണ്. ആ പറയുന്നതിനിടയിലൂടെയാണ് ഇത്തരം വൃത്തികേടുകൾ ഇവർ പറയുന്നത്, പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഉയർന്നു നിൽക്കുകയും അതൊന്നുമല്ല ഇസ്ലാം ഖുർആനിലുള്ളതാണ്, ആ ഖുർആനിൻ്റെ സ്പിരിറ്റിന് യോജിച്ചു വരുന്ന സഹിയായ ഹദീസിലുള്ളതാണ് ഇസ്ലാം എന്ന് പറയാൻ നമ്മളില്ലെങ്കിൽ ഇവിടെ ഇരുണ്ടു പോകുന്നൊരവസ്ഥയുണ്ടാകും. ഖുർആൻ വന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ആളെ കൊണ്ടുവരാനാണ്. കിതാബ് അൻസൽനാഹു ഇലൈക ലിതുഖ്രിജ അന്നാസ മിനദ്ദുലുമാതി ഇലന്നൂർ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുവാൻ നിങ്ങളിലേക്ക് ഇറക്കി തന്നതാണ് ഈ ഗ്രന്ഥം എന്ന് അള്ളാഹു പറയുന്നുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അപ്പോൾ ആ ഗ്രന്ഥം ഖുർആനെക്കുറിച്ച് ഖുർആൻ നൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അൻസൽനാ ഇലൈക്കും നൂറൻ മുബീന, നിങ്ങളിലേക്ക് പ്രകാശം, വളരെ പ്രകടമായ വ്യക്തമായ പ്രകാശം ഇറക്കി തന്നു. ആ പ്രകാശം ഒരു ദീപം പോലെ, ഒരു ദീപശിഖ പോലെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന, വൃത്തിയുള്ള, ഔന്നത്യമുള്ള, പുരോഗമന ചിന്തയുള്ള, ശാസ്ത്രം നിലനിൽക്കുന്ന ഈ ആദർശം ഉയർത്തിപ്പിടിക്കേണ്ടത് നമ്മൾ. അവിടെ ഈ മാതിരിയുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അന്ധകാരങ്ങളും മതമായി കൊണ്ട് നടന്നാൽ യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിനെ നമ്മൾ എങ്ങനെയാണ് പരിചയപ്പെടുത്തുക എന്നുകൂടി നാം ഭയപ്പെടേണ്ട ഒരു സംഗതിയാണ്. ഇത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനാണ് നമ്മൾ ഇങ്ങനെ കുടുംബ സമ്മേളനങ്ങൾ ചേരുന്നതും നമ്മൾ ജനങ്ങളോട് പറയുന്നതും. കുടുംബ സമ്മേളനമായതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തെക്കുറിച്ച് 2 വാക്ക് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വെള്ളം ഞാൻ ഇരുന്ന് പറയാം, അടുത്തത് ഇരുന്ന് പറയാം. ഞാൻ അവിടെ ഇരിക്കാം. നമ്മുടെ നമ്മുടെ ദീനിൻ്റെ വിശ്വാസകാര്യങ്ങളും ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന ആദർശങ്ങളും നമ്മൾ കൊണ്ടു നടക്കുമ്പോഴേ അത് കുടുംബത്തിൻ്റെ ഒരു വിശ്വാസവും ആദർശവുമായി വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. കുടുംബം ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കുടുംബമായി ജീവിക്കണമെന്നാണ്, വിവാഹം ചെയ്യണമെന്നാണ്. ആ കുടുംബജീവിതത്തിൽ എല്ലാവർക്കും സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവണമെന്നാണ്. ഖുർആനിൽ കുടുംബത്തിലെ ഇണകളെക്കുറിച്ച് പറഞ്ഞത് അസ്വാജ് എന്നാണ്. അസ്വാജ്, വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ വജഅല മിൻ അസ്വാജിക്കും ബനീന വഹഫദതൻ വറസഖക്കും മിനത് ത്വയ്യിബാത്ത്. അല്ലാഹു പറയാണ്, 2 പ്രാവശ്യം സൂറത്തുൽ നഹ്ലിലെ 72-ാമത്തെ ആയത്താണത്. അതിൽ ഒരു ആയത്തിൽ 2 പ്രാവശ്യം അസ്വാജ് എന്ന് പറയുന്നു. സൗജ് എന്ന് പറഞ്ഞാൽ ഇണ എന്നാണ്. അതിൻ്റെ ബഹുവചനമാണ് അസ്വാജ്. ഇണ എന്ന് പറഞ്ഞാൽ തുല്യ പങ്കാളിത്തമുള്ള 2 ആളുകളാണ്. ജീവിതത്തിൽ തുല്യ അവകാശമുള്ള 2 ആളുകളാണ്. ആണും പെണ്ണുമാണ് എന്ന് മാത്രം. അതുകൊണ്ടായിരിക്കാം മറ്റ് ഭാഷകളിലൊക്കെ 2 അർത്ഥമുള്ള വാക്കുണ്ട്. ഇപ്പം മലയാളത്തിൽ ഭർത്താവ് ഭാര്യ, ഇംഗ്ലീഷിൽ ഹസ്ബൻഡ് വൈഫ്, വേറെ ഭാഷകളിലും വ്യത്യസ്തമാണ്. ഖുർആനിൽ അങ്ങനെ 2 എണ്ണമില്ല. സൗജ്, അസ്വാജ്. സൗജ് എന്ന് പറഞ്ഞാൽ ഇണ, അത് ആണിനും പെണ്ണിനും ഉപയോഗിക്കും സൗജ്. പിന്നെ പെണ്ണിന് മാത്രമായിട്ട് സൗജത്ത് എന്നും പറയാം. അതിലൊക്കെ ബഹുവചനം അസ്വാജ് എന്നാണ്, ഇണകൾ എന്ന്. ഏതാണ്ട് മലയാളത്തിൽ അതിനൊരു വിശദീകരണം നൽകുക,
ഒരു പക്ഷിയുടെ 2 ചിറകുകൾ പോലെ, ഒരു വാഹനത്തിൻ്റെ 2 ചക്രങ്ങൾ പോലെ ആണ് സൗജ് അസ്വാജ് എന്നാണ്. എന്ന് പറഞ്ഞാൽ പക്ഷിയുടെ ഒരു ചിറക് ഒടിഞ്ഞു പോയാൽ അതിന് പറക്കാൻ കഴിയില്ല. വാഹനത്തിൻ്റെ ഒരു ചക്രം ഊരിപ്പോയാൽ വാഹനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. എത്ര മനോഹരമാണ് ആ പ്രയോഗം, നമ്മളെ ജോഡി പെയർ എന്നൊക്കെ പറയുന്ന. അപ്പം അള്ളാഹു കുടുംബജീവിതത്തിൻ്റെ മനോഹരമായ ആ അവസ്ഥയെ പരിചയപ്പെടുത്തിയ വാക്ക് തന്നെ മനോഹരമാണ്. വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ച് തന്നു. ശരീരശാസ്ത്രപരമായി ആണും പെണ്ണും വ്യത്യസ്തമാണ്. എന്നാൽ മനുഷ്യൻ എന്ന നിലക്ക്, ഇണ എന്ന നിലക്ക് അവർക്കുള്ള അവകാശങ്ങൾ തുല്യമാണ്. ഇപ്പോൾ ആണും പെണ്ണും എന്ന നിലക്ക് ഇപ്പോൾ ഒരു പെണ്ണിന് ചെയ്തു തീർക്കാവുന്ന പ്രവർത്തനങ്ങൾ ആണിന് ചെയ്യാൻ കഴിയില്ലല്ലോ. പ്രത്യേകിച്ച് അടുത്ത തലമുറയെ സൃഷ്ടിപ്പിന് വേണ്ടി, അവരെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി, കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കാൻ വേണ്ടി, അവരെ പ്രസവിക്കാൻ വേണ്ടി, അവരെ മുലയൂട്ടാൻ വേണ്ടി, അവരെ സ്നേഹത്തോടു കൂടി വളർത്താൻ വേണ്ടിയുള്ള എല്ലാം അല്ലാഹു തആല നൽകിയത് സ്ത്രീക്കാണ്. വളരെ കഠിനവും പരുക്കൻ രൂപത്തിലുമുള്ള പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ശക്തിയും ആരോഗ്യവും ബലവും നൽകിയിട്ടുള്ളത് അല്ലാഹു പുരുഷനാണ്. അത് ബയോളജിക്കൽ, ശരീരശാസ്ത്രപരമായ, ജൈവശാസ്ത്രപരമായ ഒരു വ്യത്യാസമാണ്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇണകളായി ജീവിക്കുവാൻ പഠിപ്പിച്ച ആളുകളോട് എന്തിനാണ് ഇണ ജീവിതം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഉപദേശിച്ചിട്ടുണ്ട്. ഖുർആനും പറഞ്ഞിട്ടുണ്ട്, വമിൻ ആയാതിഹി അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ. സൂറത്ത് റൂമിലെ 21-ാമത്തെ ആയത്താണത്. അള്ളാഹ് പറയാം, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ച് തന്നു എന്നത് അള്ളാഹിൻ്റെ ആയത്തുകളിൽ പെട്ടതാണ്. എന്താ ആയത്തെന്ന് പറഞ്ഞാൽ, ഖുർആനിൽ കുറേ ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട്. വഫിൽ അർളി ആയാത്തുൻ ലിൽ മുഖ്നിൻ, ഭൂമിയിൽ വിശ്വാസികളായ ആളുകൾക്ക് ആയത്തുകളുണ്ട് എന്നാണ്. ഭൂമിയിൽ ആയത്ത്. ഇപ്പം നമ്മൾ ഖുർആൻ മുസ്ഹഫ് മറിച്ച് നോക്കി ഓതുന്ന ആയത്താണ്. എന്നാൽ ഭൂമിയിലായത്ത്, പ്രപഞ്ചത്തിൽ മുഴുവൻ ആയത്ത്. വഫി അൻഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിലും ആയത്ത്. നിങ്ങൾക്കൊന്ന് നോക്കിക്കൂടെ? ആകാശം, ഗോളങ്ങൾ, നക്ഷത്രങ്ങൾ, സമുദ്രങ്ങൾ, പർവ്വതങ്ങൾ, ജീവികൾ, അല്ലേ, കന്നുകാലികൾ, മൃഗങ്ങൾ, പക്ഷികൾ, ഇഴജന്തുക്കൾ, മനുഷ്യൻ്റെ ശരീരം, ഇതൊക്കെ വലിയ അത്ഭുതങ്ങളാണല്ലോ. വലിയ അത്ഭുതം എന്ന് ഞാൻ വെറുതെ പറയാണോ? അല്ല. ഇപ്പോൾ ഒരു ഏതൊന്നെടുത്ത് നോക്കിയാലും അതിൽ എന്തുകൊണ്ട് ഇങ്ങനെ എന്നൊരു ചോദ്യം, ആ ചോദ്യത്തിനൊരു മറുപടി ലാസ്റ്റ് അങ്ങനെ ഒരു സൃഷ്ടാവ് സൃഷ്ടിച്ചത് കൊണ്ട് എന്നാണ്. എന്തുകൊണ്ട് ഇങ്ങനെ എന്നൊരു പുസ്തകമുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ എന്നല്ല, എന്തുകൊണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വളരെ മുമ്പ് ഇറക്കിയൊരു പുസ്തകമാണ്. ഇപ്പോൾ ഔട്ട് ഓഫ് പ്രിൻ്റാണ്, ലൈബ്രറികൾ കാണും. എന്തുകൊണ്ട് അതിൽ പറയും രക്തത്തിന് ചുവപ്പ് നിറമായത് എന്തുകൊണ്ട്. അപ്പോൾ അതിൽ ഇന്ന ചേരുവകൾ ഉള്ളതുകൊണ്ട്. ഇലകൾക്ക് പച്ച നിറം ഉണ്ടായത് എന്തുകൊണ്ട്, അതിൻ്റെ കാരണവും അതിൻ്റെ രസതന്ത്രപരമായ മറുപടി ഉണ്ടാവും. മഴവില്ലിന് സപ്തവർണ്ണങ്ങൾ ഉണ്ടായത് എന്തുകൊണ്ട്, അത് പ്രകാശം ഇങ്ങനെ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന ഒരു പ്രതിഭാസം. എന്നാൽ ഇനിയും ചോദിക്കാനുണ്ടല്ലോ, അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മറുപടി ഇല്ല. നമ്മളടുത്ത് മറുപടി ഉണ്ട്, അങ്ങനെ അള്ളാഹു സൃഷ്ടിച്ചത് കൊണ്ട് എന്നാണ്. എല്ലാ സാധനങ്ങളും ഇപ്പൊ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമായി മാഅ, അള്ളാഹു തആല ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കി തന്നു. ആ വെള്ളം കൊണ്ട് അള്ളാഹു തആല സസ്യങ്ങളെ ഉൽപ്പാദിപ്പിച്ചു. ആ സസ്യങ്ങളിൽ നിന്ന് അള്ളാഹു തആല വിവിധ നിറത്തിലുള്ള വർണ്ണങ്ങളിലുള്ള ഫലങ്ങൾ, കായ്കനികൾ, പഴങ്ങൾ എല്ലാം ഉൽപ്പാദിപ്പിച്ചു. ഈ ഭൂമിയിൽ തന്നെ വിവിധ നിറത്തിലുള്ള കറുത്തതും ചുവന്നതും വെളുത്തതുമൊക്കെയായ പാതകൾ, വഴികൾ, തലങ്ങൾ അല്ലാഹ് ഉണ്ടാക്കി വെച്ചു. മനുഷ്യരിലും കന്നുകാലികളിലും അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹിനെ ഭയപ്പെടുക അവൻ്റെ അടിമകളിൽ ഉലമാക്കളാണ് എന്ന്. സൂറത്തുൽ ഫാത്തിറിലെ 36-ാമത്തെ ആയത്താണ്. സൂറത്തുൽ ഫാത്തിറിൽ ഇത് പറയുമ്പോൾ ഈ ഭാഗം നമുക്കൊക്കെ അറിയാം. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹിനെ ഭയപ്പെടുക അവൻ്റെ അടിമകളിൽ ഉലമാ ആണ്. എന്താ ഉലമാ എന്ന് പറഞ്ഞാൽ?
ഇൽമുള്ളവർ. ഇൽമ് എന്നുള്ളത് നമ്മൾ വിചാരിച്ചു പോയത് കുറച്ച് അറബി വാക്കുകൾ പഠിക്കുക, അല്ലെങ്കിൽ കുറച്ച് ഇസ്ലാമിക കാര്യങ്ങൾ, ഖുർആന്, തഫ്സീർ, അത് ആലിം പഠിച്ചവൻ, അത് ഇൽമ്. അത് മാത്രമല്ല ഇൽമ്, ഈ ആകാശത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, മഴയെക്കുറിച്ച്, സസ്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്നത് ഇൽമാണ്. അത് പഠിച്ച ആൾ ആലിമുമാണ്. അങ്ങനെയുള്ള ഉലമാക്കൾ. ഈ ആയത്ത് തുടങ്ങുന്നത് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിൽ ഉലമാ എന്നുള്ള ആയത്ത് തുടങ്ങുന്നത് അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅ എന്നുള്ളതാണ്. ഫഅഖ്റജ ബിഹി സമറാത്തിൻ മുഖ്തലിഫൻ അൽവാനുഹാ എന്നാണ്. അപ്പം മഴ പെയ്യുന്നത് കണ്ടില്ലേ, വിവിധ നിറത്തിലുള്ള ഫലങ്ങൾ ഇതിൻ്റെ ഈ വെള്ളം ഉപയോഗിച്ച് വളരുന്നത് കണ്ടില്ലേ, ഈ ഭൂമിയിൽ കാണുന്ന വ്യത്യസ്ത നിറങ്ങൾ കണ്ടില്ലേ, ഇതൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റാണ് മനുഷ്യരിൽ അള്ളാഹനെ ഭയപ്പെടുക ഉലമാക്കളാന്ന് പറഞ്ഞത്. ഇപ്പം ഏത് ഉലമാക്കൾ? വാനശാസ്ത്രം പഠിച്ചവർ, അസ്ട്രോണമി; സസ്യശാസ്ത്രം പഠിച്ചവർ, ബോട്ടണി; ശരീരശാസ്ത്രം പഠിച്ചവർ, അനാട്ടമി; അതുപോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും മറ്റ് ഇൽമുകൾ പഠിച്ചവർ, അവർ അള്ളാഹനെ കൂടുതൽ ഭയപ്പെടുന്നു. കാരണം അവർക്കറിയാം ഇതൊന്നും തനിയെ ഉണ്ടാവില്ല എന്ന്. ഡോക്ടർ ഉസ്മാൻ സാഹിബ്, നമ്മുടെ പ്രസിഡൻ്റായിരുന്ന, കേന്ദ്രം പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ എം ഉസ്മാൻ സാഹിബ്, അദ്ദേഹത്തിൻ്റെ പഠനശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം ദൈവനിഷേധ പ്രസ്ഥാനത്തിലേക്ക് ആളെ ക്ഷണിക്കലായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം നാടകം എഴുതി, അതിനുവേണ്ടി ലേഖനം എഴുതി, ഒരുപാട് ആളുകൾക്കിടയിൽ ദൈവവിശ്വാസം ഇല്ലാതാക്കാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം വീണ്ടും പഠിച്ചു, ഖുർആൻ പഠിച്ചു, വീണ്ടും പഠിച്ചു. അവസാനം അദ്ദേഹത്തിന് ബോധ്യമായി, ശരിയാണല്ലോ, ഈ പ്രപഞ്ചം, അതിലുള്ള ഈ വസ്തുക്കൾ, അതിൽ കാണുന്ന എല്ലാം അത്ഭുതകരമാണ്. വെറുതെ ഉണ്ടായ ഒരു വസ്തു ഇത്ര കൃത്യമാകുമോ? ഇല്ലല്ലോ. അപ്പോൾ മനുഷ്യൻ്റെ ഹൃദയം, അംഫൂസിക്ക് നിങ്ങളിൽ തന്നെ നോക്കൂ. മനുഷ്യൻ്റെ ഹൃദയം, മനുഷ്യൻ്റെ ബ്രെയിൻ, തലച്ചോറ്, മനുഷ്യൻ്റെ കിഡ്നി, മനുഷ്യൻ്റെ ലങ്സ്, ഓരോ സെല്ലും അതെങ്ങനെ ഉണ്ടാകുന്നു എന്നത്. ഇന്നലെ ഞാൻ സ്ട്രോക്കിനെ കുറിച്ച് ഒരു വലിയ ഡോക്ടറുടെ പ്രസംഗം കേട്ടു. അദ്ദേഹം പറയുന്നത് ഓരോ മിനിറ്റിൽ മനുഷ്യൻ്റെ ശരീരത്തിൽ മില്യൺ കണക്കിന് ന്യൂട്രോൺ ചത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മനുഷ്യൻ്റെ ശരീരത്തിലും വിവിധ രക്തധമനികൾ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ബ്രെയിനിന് സംഭവിക്കുമ്പോൾ സ്ട്രോക്ക് എന്ന് പറയും, ഹാർട്ടിന് സംഭവിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക്, കാർഡിയക് അറ്റാക്ക് എന്നൊക്കെ പറയും. മാത്രമല്ല, മനുഷ്യൻ ഉറങ്ങുന്ന സമയത്ത് ശരീരത്തിൽ വലിയ റിപ്പയർ വർക്ക് നടക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായി ഉറങ്ങണം എന്ന് പറയുന്നത്, നമ്മൾ വിശ്രമിക്കണം എന്ന് പറയുന്നത്. ഇന്ന് നമുക്കുണ്ടാകുന്ന ഒരുപാട് രോഗങ്ങൾക്ക് കാരണം ആവശ്യത്തിന് ഉറങ്ങാത്തതാണ് എന്നൊക്കെ. ഇതൊക്കെ ആരുണ്ടാക്കി ഈ വ്യവസ്ഥ? ഇപ്പം പൂർണ്ണ വളർച്ച എത്തിയ മനുഷ്യൻ്റെ ഹൃദയം ഒരു മിനിറ്റിൽ 72 തവണ മിടിക്കും എന്നാണ് നോർമലായ ഒരാൾ. ഇത് ചിലപ്പം കൂടും, നമ്മുടെ നാഡിമിടിപ്പ് കൂടും, പൾസ് കൂടും, ചിലപ്പോൾ കുറയും. അങ്ങനെ കൂടുന്നതും കുറയുന്നതും ഡോക്ടർമാർ അത് പരിശോധിച്ച് മനസ്സിലാക്കി നോർമലാക്കും. ഈ നോർമൽ ആശുപത്രിക്കാരുണ്ടാക്കിയതല്ല, നമ്മുടെ ലോകാരോഗ്യ സംഘടന ഉണ്ടാക്കിയതല്ല. പിന്നെ അങ്ങനെയാണ് അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നതാണ്. മനുഷ്യനേക്കാൾ കാലം, കൊല്ലങ്ങളോളം ജീവിക്കുന്ന ജീവികളുണ്ട് ഇവിടെ. മനുഷ്യനേക്കാൾ, മനുഷ്യൻ നോക്കിയാൽ കാണാത്തത്ര ദൂരത്തുള്ളതിനെ കാണുന്ന പല ചെറിയ ജീവികളുമുണ്ട് ഇവിടെ. മനുഷ്യനേക്കാൾ ദൂരത്തുള്ളതിനെ മണത്തറിയുന്ന ജീവികളുണ്ട് ഇവിടെ. അതൊക്കെ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് പടച്ചവൻ സൃഷ്ടിച്ചത് എന്ന് നമുക്കതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരായത്തായിട്ട് അള്ളാഹു അസ്വാജി, ഈ കുടുംബ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു. അതിൽ സ്നേഹമുണ്ടാവണം എന്ന് പറഞ്ഞു. വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, നിങ്ങൾക്ക് സ്നേഹവും കാരുണ്യവും വെച്ച് തന്നിരിക്കുന്നു. അതിനെക്കുറിച്ച് ആലോചിക്കുന്നവർക്ക് ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നാണ്. അപ്പം ഇതാണ് ഖുർആനിൻ്റെ സമീപനം. അപ്പം നമ്മുടെ കുടുംബങ്ങൾ നോക്കൂ, നല്ല മനുഷ്യരുടെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയത്തിന ഖുറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബന, റബ്ബേ, ആ റബ്ബിനോട് നമ്മൾ ദ്വാരക്കാം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും സന്തോഷമുള്ള ജീവിതം നൽകണമേ. ഖുറത അയ്യുൻ, ഞങ്ങളെ മുത്തഖീങ്ങളായ ആളുകൾക്ക് നേതൃത്വം നൽകാൻ കഴിയുന്നവരാക്കണമേ എന്ന്. അപ്പോൾ ഇവിടെ കുടുംബത്തിൽ നിന്നൊരു സന്തോഷമുണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അത് പുരുഷ ഇണയിൽ നിന്ന് സന്തോഷം കിട്ടണമെന്ന് സ്ത്രീകൾ ആഗ്രഹിക്കുന്നു. സ്ത്രീ ഇണയിൽ നിന്ന് സന്തോഷമുണ്ടാകണമെന്ന് പുരുഷൻ ആഗ്രഹിക്കുന്നു.
മക്കളിൽ നിന്ന് സന്തോഷമുണ്ടാകണം എന്ന് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു. ആ ഒരു ആഗ്രഹം എത്ര വലുതാണെന്നറിയാം. ഇപ്പോൾ നമ്മളൊക്കെ 60 വയസ്സിൽ റിട്ടയർ ചെയ്തു, അത് അല്ലെങ്കിൽ പിന്നെയും നമ്മൾ ജോലി ചെയ്തു. അപ്പോഴും നമ്മൾ സമ്പാദിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? നമുക്കിത്രയൊക്കെ മതി അല്ലേ? ഒരു 50-60 വയസ്സായ പിന്നെ ആളുകൾക്ക് അധികം ഭക്ഷണമൊന്നും വേണ്ട. പിന്നെ സമ്പാദിച്ചിട്ട് അവർക്കത് അനുഭവിക്കാൻ സൗകര്യമില്ല. അപ്പോൾ പല ആളും ചോദിക്കും, നിങ്ങളെന്താ ഈ പഴയ വീട്ടിൽ തന്നെ കഴിയുന്നത്? ഒരു 70 വയസ്സൊക്കെ ഒരാളോട് ചോദിച്ചാൽ അയാൾ പറയും, എനിക്കിനി ഇത് മതിയല്ലോ, എനിക്കിനി കുറച്ച് കാലവും കൂടെ അല്ലേ നമ്മുടെ ഒരു ആവറേജ് അനുസരിച്ചുള്ളൂ, അപ്പോൾ എനിക്കിത് മതി. മക്കൾക്ക് നല്ല വീടുണ്ടാക്കുന്നുണ്ട്, അതിലേക്ക് ഞാൻ സഹായിക്കുന്നുമുണ്ട്. അപ്പോഴും നമ്മൾ മക്കൾക്ക് വേണ്ടി, പേരക്കുട്ടികൾക്ക് വേണ്ടി അധ്വാനിക്കുകയാണ്. അത് മനുഷ്യൻ്റെ ഒരു ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹമാണ് മക്കൾ മക്കൾ എന്നത്. മക്കൾ ഉറങ്ങാൻ വേണ്ടി അമ്മമാർ ഉറക്കൊഴിക്കും അല്ലേ? ചില കുട്ടികൾ രാത്രി ഉറങ്ങിയില്ലെങ്കിൽ വാപ്പ കിടന്നുറങ്ങുന്നുണ്ടാകും, പക്ഷെ ഉമ്മ ഉറക്കൊഴിച്ച് കുഞ്ഞിനെ താരാട്ടി, അതുപോലെ പിന്നെ പാട്ടുപാടി, കുഞ്ഞിന് മുല കൊടുത്ത് ഭക്ഷണം കൊടുത്ത് ഉറങ്ങാതിരിക്കും. കാരണം മക്കളുടെ കാര്യമാണ്. വേണ്ടത്ര ആഹാരമില്ലാത്ത സമയത്ത് പല ദരിദ്ര കുടുംബങ്ങളിലും മക്കൾക്ക് ആഹാരം കൊടുക്കും. ഉമ്മക്കിപ്പോൾ വേണ്ട, അല്ലെ വാപ്പക്കിപ്പോൾ വേണ്ട. അതാണ് മക്കളാണ് നമുക്ക് വലുത്. അപ്പം മക്കളെ എന്നത് നമ്മുടെ ഒരു മാനുഷികമായ വികാരമാണ്. ആ വികാരം നമ്മൾ ഭൗതികമായി മാത്രം പോരാ. അപ്പം നമ്മുടെ മക്കൾ ദീനിയായി വളരണം, നമ്മുടെ മക്കൾ തൗഹീദുള്ളവരാവണം, നമ്മുടെ മക്കൾ സത്യസന്ധരായിരിക്കണം. അതിനെന്ത് ചെയ്യണം? ചെറുപ്പം മുതൽക്ക് നാം അവർക്ക് ദീൻ കൊടുക്കണം, നമ്മുടെ കൂടെ നമസ്കരിപ്പിക്കണം, നമ്മുടെ കൂടെ പള്ളിയിൽ കൊണ്ടുപോകണം, നമ്മൾ പോകുന്ന പള്ളിയിൽ ജുമായിൽ പങ്കെടുപ്പിക്കണം, ഇതുപോലുള്ള സ്ഥലങ്ങളിൽ അവരെയും കൊണ്ടുവരണം, മക്കൾക്കതിന് പ്രചോദനം നൽകണം, മദ്രസയിൽ പറഞ്ഞയക്കണം. ഇങ്ങനെയൊക്കെ ആയാൽ നമ്മൾ നമ്മുടെ മക്കളോടുള്ള ഉത്തരവാദിത്തം നിർവഹിച്ചു എന്ന് നമുക്ക് സമാധാനിക്കാം. ഒരു പരിധി വിട്ടാൽ, ഇപ്പം അവർ വലുതായി, സമ്പാദിക്കുന്നവരായി, 20-30 വയസ്സായി, സ്വന്തം ആലോചിക്കുന്നവരായി, അവരെങ്ങോട്ട് പോകുന്നു, എന്താകുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയില്ലല്ലോ. പക്ഷേ നാം നമ്മുടെ ഉത്തരവാദിത്തം നിർവഹിച്ചോ, അത് നിർവഹിച്ചിരിക്കണം. എന്നിട്ട് കുടുംബത്തിൽ സ്നേഹത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, ആനന്ദത്തോടുകൂടി ജീവിക്കാൻ കഴിയണം. അത് നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നം കുടുംബത്തിൽ അസ്വസ്ഥത. പല ആളുകളും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരാത്തത് എന്താ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? 5 മണിക്ക് ഓഫീസ് കഴിഞ്ഞു, അല്ലെ ജോലി കഴിഞ്ഞു, അവൻ 5:30-ക്കോ 6 മണിക്കോ 7 മണിക്കോ വീട്ടിലെത്താം. എന്നാലും ചിലർ പിന്നെയും വൈകിയ വീട്ടിലെത്തുക. അതിൻ്റെ അർത്ഥം അവന് വീട്ടിലെത്തിയാൽ ഒരു സന്തോഷമില്ല എന്നതാണ്. അത്തരക്കാർ രാത്രി വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി രാവിലെ സുബഹിസ്കരിച്ച് പിന്നെയും പോവാണ്. അവന് പിന്നെയും 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് പോയാൽ മതി, വേഗം സ്ഥലം വിടും. അതിൻ്റെ അർത്ഥം അവൻ്റെ വീട്ടിൽ അവന് സ്വസ്ഥതയില്ല എന്നതാണ്. എത്രയോ പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ ഭർത്തൃ വീട്ടിലെ പീഡനങ്ങളും പ്രയാസങ്ങളും കുത്തുവാക്കുകളും പോരുകളും സഹിക്കാൻ വയ്യാതെ ജീവിതം തള്ളിക്കൊണ്ട് പോകുന്നവരുണ്ട്. ഇവിടേക്ക് വന്നാൽ വാപ്പയും ഉമ്മയും പറയും, മോളെ ഏതായാലും കല്യാണം കഴിച്ചില്ലേ, ഇനി അങ്ങനെ നിൽക്കട്ടെ, അങ്ങ് ശരിയാവും. അങ്ങനെ ശരിയാവും എന്ന് നോക്കി കുറേ ശരിയാവുന്നില്ല, അപ്പോഴേക്കൊരു കുഞ്ഞാവും. ഈ പെൺകുട്ടി പിന്നെ എന്ത് ചെയ്യാനാണ്? ഈ കഷ്ടപ്പാട് സഹിച്ച് അങ്ങനെ ജീവിക്കും. ഈമാൻ കുറഞ്ഞു പോകുന്ന ദുർബല നിമിഷത്തിൽ ആത്മഹത്യയിൽ വരെ ചെന്നെത്തുന്നു. അത് വിവരമില്ലാത്തവരല്ല. അപ്പം കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 4 സ്ത്രീ ഡോക്ടർമാർ ആത്മഹത്യ ചെയ്തത് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഞാൻ വായിച്ചിട്ടുണ്ട്, നാട്ടിലും വിദേശത്തുമായി. നല്ല ഉദ്യോഗത്തിൽ, ഇപ്പോൾ എറണാകുളത്തെ ഏറ്റവും വലിയ ഒരു ഡോക്ടർ, ലക്ഷക്കണക്കിന് രൂപ ശമ്പളമുള്ള ഒരു ഡോക്ടർ ആത്മഹത്യ ചെയ്ത് നമ്മൾ ഒരു 6 മാസത്തിനിടയ്ക്ക് നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എവിടെയോ ഇവർക്ക് പ്രയാസം ബാക്കിയുണ്ട് എന്നുള്ളതാണ്. ഒന്നുകിൽ വീട്ടിൽ ഭാര്യയുടെ അടുത്ത്, മക്കളുടെ അടുത്തുനിന്ന്, അല്ലെ ഭർത്താവിൻ്റെ അടുത്തുനിന്ന്, അല്ലെ ജോലി സ്ഥലത്ത് ബോസിൻ്റെ അടുത്തുനിന്ന്, തൊഴിലാളികളുടെ അടുത്തുനിന്ന്, പാർട്ടിക്കുള്ളിൽ നിന്ന് ഒക്കെ ഉണ്ടാകുന്ന പ്രയാസം ടെൻഷനായി മാറുകയാണ്. അങ്ങനെ വരാൻ പാടില്ല. ഒരു സത്യവിശ്വാസി, ഇപ്പം ഖുർആനിൽ നല്ല വചനത്തിൻ്റെ ഒരു ഉദാഹരണമുണ്ട്. അലം തറ കൈഫ ദറബല്ലാഹു കലിമത്തൻ തയ്യിബത്തൻ കമസലി കശജറത്തിൻ തയ്യിബ. അല്ലാഹു തആല നല്ല ഒരു വചനത്തെ ഉദാഹരിച്ചത് കണ്ടില്ലേ? എങ്ങനെയാ ലറബല്ലാഹു മസലൻ കലിമത്തൻ തയ്യിബത്തൻ കശജറത്തിൻ തയ്യിബ. നല്ല വചനത്തെ നല്ല വാക്കിനോട്, നല്ല മരത്തോട് ഉപമിച്ചു. ആ നല്ല വാക്ക് തൗഹീദിൻ്റെ വാക്കാണ്. ആ നല്ല വാക്ക് ഇസ്ലാമാണ്.
അത് നല്ലൊരു മരത്തിനോടാണ്. നല്ലൊരു മരം അല്ലേ, മരം ഒരു വരം എന്നൊക്കെ പറയും. നല്ല മരത്തിൻ്റെ പ്രത്യേകത അസ്ലുഹ സാബിത്തുൻ, ഉറച്ച വേരുണ്ടതിന്. ഒരു ചെറിയ കാറ്റടിച്ചാൽ വീണു പോവില്ല. അത് തൗഹീദാണ്. തൗഹീദുള്ള മനുഷ്യനെ എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഒരു ആളുടെ വീട്ടിൽ അസുഖം വന്നു, അസുഖം വന്നാൽ അള്ളാഹിനോട് ദുആ ചെയ്യാം, മാറ്റിത്തരാൻ വേണ്ടി മരുന്നും കഴിക്കുക, വേറെ എന്താ ഒന്നുമില്ല. ഒരാൾ കൂടി അസുഖം വന്നാൽ ഒരു വീട്ടിൽ 2-3 ആളുകൾ അടുത്തടുത്ത് മരിച്ചു പോയാൽ അപ്പോഴേക്ക് ഈ തൗഹീദില്ല ആൾക്കാർ പേടിക്കും. അവിടേക്ക് പോകും, ഇവിടെ തീർത്ഥാടനം, അവിടെ നേർച്ച, ഇവിടെ ദിവ്യൻ, അങ്ങനെ പോകും. എന്നാൽ തൗഹീദുള്ളവരോ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തീർന്നു. നമ്മളെ പണി കഴിഞ്ഞ് നമ്മൾ ജനിച്ചത് അല്ലാഹ് തീരുമാനിക്കാം. നമ്മൾ മരിക്കുന്നു. അങ്ങനെ എല്ലാ ഹൈറും ഷെറുമായ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ വിധി പോലെ. എന്തൊരു സമാധാനമാണ് അത്! എന്തൊരു അജബല്ലി അംരിൽ മൂമിൻ, മൂമിനായ മനുഷ്യൻ്റെ കാര്യം അത്ഭുതമാണ്. എന്താ? ഫൈന്ന അമലഹു കുല്ലഹു ഖൈറുൻ ലഹു. കാരണം അവൻ്റെ എല്ലാ കാര്യവും, ഇന്ന അമ്രഹു കുല്ലഹു ഖൈറുൻ ലഹു, അവൻ്റെ എല്ലാ കാര്യവും അവന് ഖൈറാണ്. ഫൈൻ അസാബത്തുഹു ശർറ ശക്കറ ഫകാന ഖൈറൻ ലഹു. അവന് വളരെ സന്തോഷമുള്ള ഒരു കാര്യം ഉണ്ടായാൽ അൽഹംദുലില്ലാഹ്, അള്ളാഹിനെ സ്തുതിക്കും, അതവന് ഗുണമായി. ഇനി അവന് ഫൈൻ അസാബത്തുഹു ദർറ സബറ ഫകാന ഖൈറൻ ലഹു. പ്രയാസം വന്നാൽ അവൻ ക്ഷമിക്കും, സബർ, ആ സബറും അവന് ഗുണമായി. ഇത് ഒരു വിശ്വാസിക്ക് മാത്രമാണ്. നല്ലത് വരുമ്പോൾ അത് എൻ്റെ കഴിവുകൊണ്ടാണെന്നും വിഷമമുണ്ടാകുമ്പോൾ അള്ളാഹിൻ്റെ വിധിയാണെന്നും അങ്ങനെയല്ല. നമുക്കുണ്ടാകുന്ന നന്മയിൽ അള്ളാഹിനെ സ്തുതിക്കാനും നമുക്ക് വരുന്ന പ്രയാസത്തിൽ നമുക്ക് ക്ഷമിക്കാനും കഴിഞ്ഞാൽ എല്ലാ സമയത്തും നമുക്കൊരു സമാധാനം ഉണ്ടാകും. ഇപ്പം ഉണ്ടല്ലോ, പല അസുഖമുള്ള ആളുകളോടും പറയുന്നത് ടെൻഷൻ ഉണ്ടാവരുത് എന്നാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 9 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹാർട്ട് ഓപ്പൺ സർജറി കഴിഞ്ഞു. അത് കഴിഞ്ഞ് അൽഹംദുലില്ലാഹ് ഞാൻ സുഖമായി പോരുന്ന സമയത്ത് ഡോക്ടർ നൽകിയ കുറേ ഉപദേശങ്ങളിലൊന്ന് ടെൻഷൻ ഉണ്ടാകുന്ന കാര്യത്തിന് പോരുന്നതാണ്. അതെന്താ? രണ്ടാൾ തമ്മിൽ തെറ്റിക്കുന്നത് നന്നാക്കാൻ പോകണ്ട, നിങ്ങൾക്ക് ടെൻഷൻ വരും. പ്രശ്നങ്ങളിൽ ഇടപെടണ്ട, ശാന്തമായി ജീവിക്കാവുന്ന കാര്യങ്ങളിൽ ഇടപെട്ടാൽ മതി എന്നാ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹിനെ സ്മരിക്കുന്നത് കൊണ്ട് മനസ്സിന് സമാധാനമുണ്ടാവുന്ന, അങ്ങനെ മനസ്സമാധാനത്തോടു കൂടി ജീവിക്കുവാൻ നമ്മൾ ശീലിക്കണം. കുടുംബത്തിൽ നമ്മുടെ വാക്കുകൊണ്ട് ഒരാളെയും നമ്മൾ വേദനിപ്പിക്കരുത്. അത് മക്കളെ ആയാലും ഭാര്യയായാലും ഭർത്താവിനെ ആയാലും ജ്യേഷ്ഠനെ ആയാലും അഞ്ചനായാലും അയൽവാസി, നമ്മളെ വാക്കുകൊണ്ട് ഒരാളെ വേദനിപ്പിക്കരുത്, മുറിവേൽപ്പിക്കരുത്. ചിലപ്പോൾ തെറ്റ് അവരുടെ ഭാഗത്തായിരിക്കാം. വിട്ടേക്കുക, വഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും, അവർക്ക് വിട്ടുകൊടുക്കുക, മാപ്പാക്കുക, അവർക്ക് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മളോടൊക്കെ ഗുരുതരമായ തെറ്റ് ചെയ്ത ഒരുപാട് ആളുകളുണ്ടാവും. തെറ്റ് ചെയ്തവരോടെങ്ങനെ? വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, നന്മയും തിന്മയും തുല്യമല്ല. എന്നിട്ടോ അത്ബിഇ സയ്യിഅത്തൽ ഹസന, അതുപോലെ തന്നെ നിങ്ങൾ തിന്മയെ നന്മ കൊണ്ട് നേരിടുക എന്നാണ് പറഞ്ഞത്. വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, നല്ലത് കൊണ്ട്, ഏറ്റവും നല്ലത് കൊണ്ട് നീ അതിനെ പ്രതിരോധിക്കുക എന്നാണ്. അപ്പോൾ നമ്മളിങ്ങോട്ട് ഒരാൾ ചീത്ത പറഞ്ഞാൽ അവനോട് നല്ല വാക്ക് പറയാം. ഒരാൾ നമ്മളെ ഉപദ്രവിച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുമോ നോക്കുക. അങ്ങനെ പോകണം എന്നാണ് ഖുർആൻ പറയുന്നത്. ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ കല്യാണത്തിന് എല്ലാവരെയും വിളിച്ചു, എന്നെ വിളിച്ചില്ല. ഇനി അവൻ്റെ ഉമ്മ ഉണ്ട് മരിക്കട്ടെ, ഞാൻ കാണാൻ പോകില്ല. ഇവൻ്റെ കല്യാണത്തിന് വിട്ടുപോയാൽ, വിളിക്കാൻ വിട്ടുപോയാൽ അവൻ്റെ ഉമ്മ മരിച്ചതിന് കാണാൻ പോകില്ല എന്ന് പറയുന്നതാണോ ശരി? അല്ലല്ലോ. അപ്പോൾ എനിക്കറിയാം, ഒരു വീട്ടിൽ എല്ലാവരെയും വിളിച്ചൊരു കല്യാണത്തിന് ഒരു പ്രധാനപ്പെട്ട ആളെ അവിടേക്ക് വിളിക്കേണ്ട ഒരാളെ വിളിക്കാൻ വിട്ടുപോയി. അപ്പോൾ എന്ത് വന്നെന്നറിയാം? ആ മറ്റേ ആൾ വന്നു കല്യാണത്തിന്. എന്നിട്ട് പറഞ്ഞു, ചങ്ങായി എന്നെ വിളിക്കാൻ മറന്നുപോയതാണെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ അതുകൊണ്ട് വന്നതാണ്. അതാണ് അത്ബിഇ സയ്യിഅത്തൽ ഹസന. അതുപോലെ ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ. അപ്പോൾ തിന്മയെ നന്മ കൊണ്ട് നമ്മൾ നേരിട്ടാൽ, അതുകൊണ്ട് ഫഇദല്ലദീ ബൈനക വ ബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ ഹമീം. ഏതൊരാളോട് നിങ്ങൾക്ക് ശത്രുതയുണ്ടോ, നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടോ, നിങ്ങളുടെയും അവൻ്റെയും ഇടയിൽ, അവൻ നിൻ്റെ ഉറ്റമിത്രമായി തീരുന്ന. ഇപ്പോൾ നമ്മളോടൊക്കെ ശത്രുതയുള്ള പല ആളുകളും ഉണ്ടാവും, കുറച്ചോ കൂടുതലൊക്കെ ആയി. അവർ നമ്മുടെ മിത്രങ്ങളായി തീരാൻ നമ്മളൊന്നും ചെയ്യേണ്ട. അവർക്ക് നന്മ ചെയ്തുകൊണ്ടേയിരിക്കുക, അവരെപ്പറ്റി നല്ലത് പറയുക, അവരോട് നല്ല ഭാഷയിൽ സംസാരിക്കുക. അങ്ങനെ ചെയ്താൽ അവരൊക്കെ നമ്മുടെ മിത്രങ്ങളായി തീരും. പക്ഷേ അതെല്ലാവർക്കും കഴിയില്ല എന്നും അല്ലാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്. വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാ ദു ഹദ്ദിൻ അദീം.
നല്ല ക്ഷമാശീലർക്കും അള്ളാഹുവിൻ്റെ വലിയ ഭാഗ്യം ലഭിച്ച ആളുകൾക്ക് അത് സാധിക്കുമെന്നാണ്. ചില ആളുകൾ പറയല്ലേ, ഞങ്ങളങ്ങ് വിട്ടുകൊടുക്കൊന്നുമില്ല, ഞങ്ങളെ തറവാട്ടുകാർ അത്ര മോശമൊന്നുമല്ല, ഇങ്ങോട്ട് പറയാൻ ഞങ്ങളും പറയും, ഞങ്ങളോട് ചെയ്താൽ ഞങ്ങളും ചെയ്യും. അത് വലിയൊരു അഹങ്കാരം, ഒരു അഭിമാനമായിട്ടാണ് പലരും പറയാം. അത് ഇസ്ലാമല്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താ പറയേണ്ടതെന്ന് അറിയാം. ഞങ്ങളത്ര മോശക്കാരൊന്നുമല്ല, അതുകൊണ്ട് ഞങ്ങളെന്തേ പറഞ്ഞാൽ ഞങ്ങൾ പകരം പറയാറില്ല. ഞങ്ങളത്ര മോശക്കാരൊന്നുമല്ല, അതുകൊണ്ട് ഞങ്ങളെന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾ പകരം ചെയ്യാറുമില്ല. ഈ സമവാക്യം മാറ്റിക്കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയായാൽ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ സ്വസ്ഥത, സമാധാനം, അതോടൊപ്പം നമ്മൾ മരണാനന്തര ജീവിതത്തിൽ കുടുംബത്തോടൊപ്പം, ഇണകളോടൊപ്പം, മക്കളോടൊപ്പം, പേരമക്കളോടൊപ്പം ഒന്നിച്ച് സ്വർഗത്തിലേക്കൊരു യാത്രയും സാധിക്കും. വളരെ സിമ്പിളാണ് ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്നത്. അത് നമ്മൾ കാർക്കശ്യമാക്കരുത്. ചില ആളുകൾ അങ്ങനെയും ചെയ്യും. ഇസ്ലാമിൽ വന്നാൽ അതോടുകൂടി ഭയങ്കര കാർക്കശ്യം വരിക. അങ്ങോട്ട് പോയിക്കൂടാ, ഇങ്ങോട്ട് പോയിക്കൂടാ, അവനോട് മിണ്ടിക്കൂടാ എന്ന്. അങ്ങനെയല്ല ഇസ്ലാം, അങ്ങനെയല്ല ഇസ്ലാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിൽ എല്ലാവരുമായി ബന്ധപ്പെട്ടിരുന്നു. മുസ്ലിങ്ങളല്ലാത്ത ഒരുപാട് കുടുംബക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നു. ആ കുടുംബക്കാരൊക്കെയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം വരെ കുടുംബബന്ധം പുലർത്തിയിരുന്നു. നബിയുടെ മൂത്താപ്പ അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചിരുന്നു. അദ്ദേഹം വിശ്വാസിയായിരുന്നില്ല, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സഹായം സ്വീകരിച്ചിരുന്നു. മറ്റ് മതവിശ്വാസികളുടെ അടുത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങിയിരുന്നു. മരണസമയത്ത് നബിയുടെ ഒരു പടയങ്കി ജൂതൻ്റെ പക്കൽ പണയത്തിലായിരുന്നു. അതുപോലെ ഒരു ജൂതൻ്റെ ശവശരീരം കൊണ്ടുപോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നിരുന്നു. അതെന്തിനാ, ജൂതനല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതൊരു മനുഷ്യനല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. ഈ ബഹുസ്വര സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ ജാതിയും മതവും പാർട്ടിയും, മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ വിവിധ വിഭാഗങ്ങളും ചിന്താധാരകളും ഒക്കെയുള്ള ഈ നാട്ടിൽ നമ്മളൊരു നല്ല മനുഷ്യനായി ജീവിക്കുക. നമ്മുടെ ആദർശം നമുക്ക് വലുതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആളുകൾക്ക് കിട്ടുക. ദഅവത്ത് എന്ന് പറഞ്ഞാൽ ഉദഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന. നിങ്ങൾ നിൻ്റെ റബ്ബിൻ്റെ മാർഗത്തിലേക്ക് ഹിക്മത്തോടുകൂടി, സതുപദേശത്തോടുകൂടി ക്ഷണിക്കുക എന്നാണ്. നിൻ്റെ നാഥൻ്റെ മാർഗത്തിലേക്ക്. മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനെയും ഫിറഔൻ്റെ അടുത്തേക്ക് പറഞ്ഞെത്തു ദഅവത്തിനു വേണ്ടി അല്ലാഹു തആല. ആരാ ഫിറഔൻ? ഇദ്ഹബാ ഇലാ ഫിറഔന ഇന്നഹു തഗ. ഫിറഔൻ വളരെ തഗൂത്താണ്, ധിക്കാരിയാണ്. അവൻ്റെ അടുത്ത് പോയിട്ട് ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, മൃദുലമായ വാക്ക് പറയാം, മയമുള്ള വാക്ക് പറയാം. എന്നിട്ട് അങ്ങനെ പ്രബോധനം ചെയ്യാൻ പറയുകയും അവർ അത് നടത്തുകയും ചെയ്തു. എടാ ഫിറഔനെ ഇറങ്ങി വാടാ എന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാനും പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാനും പാടില്ല. ഖൗലൻ ലയ്യിന, അതാണ് ദഅവത്തിൻ്റെ രംഗത്തുള്ള ഇസ്ലാമികമായ ശൈലി എന്ന് നമ്മൾ പറയണം. നമ്മൾ വിചാരിക്കും പോലെ ഈ നാട്ടിലുള്ള നമ്മളല്ലാത്ത എല്ലാ ആളുകളും നരകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് നാം തെറ്റിദ്ധരിക്കേണ്ട. എല്ലാ ആളുകളും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ചില മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇതിൽ വിശ്വാസമൊന്നും ഉണ്ടാവില്ല, വഴി പിഴപ്പിക്കുന്ന ആളുകൾ. സാധാരണ ആളുകൾ, ഭക്തന്മാരായ ആളുകൾ, നരകത്തെ ഭയമുള്ള ആളുകൾ, സ്വർഗത്തിലെത്താൻ കൊതിക്കുന്ന ആളുകൾ ധാരാളമായി ഉണ്ട്. അവർ രാത്രി പാതിരക്കഞ്ഞിട്ട് തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ട്. പണം എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി മക്കത്ത് പോയിട്ട് ഹജ്ജ് ഉംറയും ചെയ്യുന്നവരുണ്ട്, ദാനം ചെയ്യുന്നവരുണ്ട്, പടച്ചവനിൽ വിശ്വാസമുള്ളവരുണ്ട്. ആ ആളുകളോട് നമ്മൾ ദഅവത്ത് എത്തിക്കുന്നത് മൃദുലമായിരിക്കണം, ഹിക്മത്തോടു കൂടിയായിരിക്കണം, മൗഇദത്തുൽ ഹസനത്തുണ്ടാവണം, നല്ല ഉപദേശം. ഇനി ഒരു തർക്കമുണ്ടായാൽ പോലും വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, നല്ല നിലക്കായിരിക്കണം സംവദിക്കുന്നത് എന്നും ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. പിന്നെ ദഅവത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച ഒരു പ്രസംഗമാണ്, അല്ലെ പ്രസംഗം മാത്രമാണെന്ന് വിചാരിക്കേണ്ട. പ്രസംഗം വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്. തൗഹീദിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചതിൽ കവലകളിലും നാടുകളിലും ഒക്കെ നാം നടത്തിയിട്ടുള്ള പ്രസംഗം വലിയ പങ്ക് വഹിച്ചിട്ടുമുണ്ട്, ലേഖനങ്ങൾ പങ്കുവഹിച്ചിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ പ്രധാനം നമ്മൾ ഒരാളുടെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവർ കാണുന്ന മെസ്സേജ്, സന്ദേശമാണ് ദഅവത്ത്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം, എൻ്റെ സന്ദേശമാണ് എൻ്റെ ജീവിതം. അത് ഗാന്ധിജി പറഞ്ഞതാണ്. പക്ഷേ അത് തന്നെയാണ് ശരി. നോക്കൂ, ചരിത്രത്തിൽ കേരളത്തിൽ ഇസ്ലാം എത്തിയത് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലേക്ക് ആദ്യകാലത്തെ മുസ്ലിം കച്ചവടക്കാർ വന്ന് താമസിച്ചതാണ്. ഇവിടുത്തെ നമ്മുടെ മുത്തച്ഛന്മാരായ ഹിന്ദുക്കളായ ആളുകളാണ് അവരെ സ്വീകരിച്ചത്.
ഹിന്ദു രാജാക്കന്മാരാണ് അവർക്കിവിടെ താമസ സൗകര്യങ്ങളും ആരാധനാലയങ്ങളും ഒക്കെ ഉണ്ടാക്കിയത്. അവരാണ് ഇവിടുത്തെ പെൺകുട്ടികളെ ഇവർക്ക് കല്യാണം കഴിച്ചു കൊടുത്തത്, അവരെ മുസ്ലിങ്ങളാക്കിയിട്ട്. അന്ന് അവരുടെ ദഅവത്ത് എങ്ങനെയാണ്? അവർക്ക് മലയാളം അറിയില്ലല്ലോ, നമുക്ക് ഇവിടെയുള്ള ആളുകൾക്ക് അറബിയും അറിയില്ല. ജീവിതം തന്നെയാണ് അവരുടെ സത്യസന്ധത, അവർ കാണിക്കുന്ന സമത്വം, ഐത്തവും ഉച്ചനീചത്വവും ഒന്നുമില്ല. അവർ വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്. അവരുടെ പെരുമാറ്റം വളരെ സത്യസന്ധമാണ്. അവരാരെയും വഞ്ചിക്കുന്നില്ല, ചതിക്കുന്നില്ല. അവരുടെ വിശ്വാസവും വളരെ ഉയർന്ന ഒരു വിശ്വാസം, പടച്ച തമ്പുരാൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. ഇതൊക്കെ കണ്ടപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ കൂടെ വന്നവരാണ് നമ്മുടെ മുൻഗാമികളായ ആളുകൾ. അപ്പോൾ ആദർശത്തിൻ്റെ പ്രചാരണം എന്ന് പറയുന്നത് അത് ജീവിതം കൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അങ്ങനെയാണ് ഇത് പ്രചരിപ്പിച്ചത്. ആദ്യത്തെ ഒരു നൂറ്റാണ്ട് കൊണ്ട് തന്നെ അന്ന് മനുഷ്യരുള്ള എല്ലാ പ്രദേശങ്ങളിലേക്കും ഈ ഇസ്ലാം എത്തിയത് അങ്ങനെയാണ്. അന്ന് പത്രപ്രസിദ്ധീകരണങ്ങളില്ല, അന്ന് ഇൻ്റർനെറ്റില്ല, ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഇല്ല, ഒന്നുമില്ലല്ലോ. അപ്പോൾ ജീവിതം ദഅവത്താക്കി മാറ്റാൻ നമുക്ക് സാധിച്ചാൽ നമ്മളെല്ലാവരും ദായിമാരാവും. അപ്പോൾ കുടുംബാന്തരീക്ഷം ആനന്ദമുളവാക്കുന്ന, സമാധാനമുള്ള, പരസ്പരം അംഗീകരിക്കുന്ന, ബഹുമാനിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരന്തരീക്ഷമാക്കി മാറ്റിയാൽ ഈ സന്ദേശം കൂടുതൽ പ്രചരിക്കും. നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ അവരായിരിക്കാം നമ്മുടെ ഒന്നാമത്തെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചില ആൾക്കാരില്ലേ ടൂറ് പോയതാണ്, എങ്ങോട്ടാണ് ടൂറ് പോയത്? ബാംഗ്ലൂർ പോയതാണ്, അല്ലെ മലേഷ്യ പോയത്. ആരാ കൂടെ പോയത്? കൂടെ പോയ ഓഫീസ് സ്റ്റാഫ് ഉണ്ടായിരുന്നു, അല്ലെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവൻ്റെ ഭാര്യയും മക്കളും ഒക്കെ വീട്ടിലുണ്ട്. അവരാരും എൻ്റെ ഫ്രണ്ട്സ് അല്ല. അവരല്ലേ ഒന്നാമത്തെ ഫ്രണ്ട്സ് അല്ലേ? എവിടെ ആയിരുന്നു? അത് ഞാൻ അങ്ങാടിയിൽ പോയി ഫ്രണ്ട്സായിട്ട് സംസാരിക്കും. വീട്ടിൽ പോയിട്ട് അവിടെയുള്ള ഫ്രണ്ട്സിനോട് സംസാരിച്ചൂടെ? അത് സംസാരിക്കൂല. ഇപ്പം ചില ആളുകളുടെ നല്ല വലിയ റെസ്റ്റോറൻറ്റിൽ ഒക്കെ പോയിട്ട് ഇപ്പോൾ ഏറ്റവും കിട്ടുന്ന വില പിടിച്ച മന്തിയും വേറെന്തൊക്കെ സാധനം കഴിച്ചു വരും. ഇവൻ്റെ വീട്ടിലെ ആൾക്കാർക്ക് വാങ്ങിക്കൊടുക്കില്ല. അവനെൻ്റെ കുടുംബം പിന്നെ അങ്ങനെയല്ലല്ലോ വേണ്ടത്. നബി പറഞ്ഞിട്ടുണ്ട്, നല്ല ഭക്ഷണം, നീ ഭക്ഷണം കഴിച്ചാൽ അവർക്കും ഭക്ഷണം കൊടുക്കണം, നീ വസ്ത്രം ധരിച്ചാൽ അവർക്കും വസ്ത്രം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത് ഉള്ളത് പങ്കുവെച്ച് ആനന്ദത്തിൽ ജീവിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ ഭാര്യമാരെ കൂടെ കൊണ്ടുപോയി. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിക്കളിച്ചൊരു സംഭവമുണ്ട്. ആയിഷ ബീവിയും നബിയും കൂടി ഓടിക്കളിച്ചു. നമ്മളാരും ഓടാൻ കഴിയുമെന്ന് അറിയില്ല. എന്നിട്ട് ആദ്യമൊക്കെ നബി ജയിച്ചു. പിന്നെ ആയിഷ ബീവി കുറച്ച് തടിയൊക്കെ വന്നപ്പോൾ അവർ പിന്നെ തോറ്റുപോയി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കളിക്കുകയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ഒന്നിച്ച് യാത്ര ചെയ്യുകയും, അതാണ് ആനന്ദകരമായ ജീവിതം എന്ന് പറയുന്നത്. ഒരു സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഭാര്യമാരിൽ ഒരാൾ പറഞ്ഞത്, ഞങ്ങൾ റസൂലുള്ളാഹിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ റസൂലുള്ള എല്ലാം മറന്നുപോയതായി ഞങ്ങൾക്ക് തോന്നുന്നു. ഞങ്ങളിൽ തന്നെ 100% റസൂൽ ഞങ്ങളെ കൂടെ, എന്നാൽ ബാങ്ക് കൊടുത്താൽ ഞങ്ങളൊക്കെ മറന്ന് എന്ന് ഞങ്ങൾക്ക് തോന്നും, പള്ളിയിൽ കണ്ട് പോകും എന്നാണ് പറഞ്ഞതിൻ്റെ. അങ്ങനെ ആനന്ദം, സന്തോഷം, ഊഷ്മളമായ കുടുംബാന്തരീക്ഷം ഉണ്ടാക്കിയെടുത്ത് മുന്നോട്ട് പോകാൻ നമ്മുടെ ഈ കുടുംബയോഗങ്ങളിൽ നിന്ന് നമുക്ക് ഊർജ്ജമുണ്ടാകണം എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ അത്തിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.